ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെ നമ്മുടെ സൊളാനയിലോട്ട് ഫാൻറ്റം വാലറ്റാണ് മറക്കരുത്. ഫാൻറ്റം വാലറ്റ് സൊളാനയിലോട്ട് നമ്മളെങ്ങനെ കോയിൻ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള പൈസ ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ നമ്മൾ സൊളാനയ്ക്ക് ഏറ്റവും നല്ല വാലറ്റാണ് ഫാൻറ്റം, അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ആക്ച്വലി ഉണ്ടാക്കിയിരുന്നു കംപ്ലീറ്റ്ലി ഒരു 12-20 മിനിറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ആ കംപ്ലീറ്റ്ലി വീഡിയോ യൂട്യൂബ് ടേക്ക് ഓൺ ചെയ്തു. കാരണം എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ആ കംപ്ലീറ്റ്ലി ഒരു സ്റ്റെപ്പും കാണിച്ചപ്പം അതിനകത്ത് എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് തുടക്കം അപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് അപ്പം വീഡിയോ കുറച്ച് ഹിറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇട്ടപ്പോൾ അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ അത്യാവശ്യം ഡൗൺ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ അത് മൊത്തം എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഞാൻ ഇനി പൈസ ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് ചെയ്ത എല്ലാ സ്റ്റെപ്പും ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങൾ അതേപടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ കയറി മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, അപ്പം എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറേ ഇപ്പം നല്ല രീതിയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. മിക്കവാറും എണ്ണത്തിലും എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം, നിങ്ങൾ ഈ ഇടയ്ക്ക് ട്രോണിസൊക്കെ കണ്ടായിരുന്നു. അപ്പം അതിനകത്തോട്ട് പൈസ ഇട്ടവരൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് ഒരു സ്കാമായിരുന്നു കംപ്ലീറ്റ്ലി. നമ്മൾ ജെനുവിനായിട്ടുള്ള സാധനങ്ങൾ കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഫേക്ക് വേർഷനൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം റൈറ്റ് ആയിട്ടുള്ളതിൽ കയറുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും നല്ലത് മാത്രം കയറുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം വാലറ്റ് അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറയാനുള്ള അടിച്ചു പോയതിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ കുറേ പേരുടെ വീഡിയോ ടെലഗ്രാമൊക്കെ അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നല്ല ജെനുവിനായിട്ടുള്ള ലിങ്ക് മാത്രം കയറാൻ നോക്കുക. നമ്മുടെ ചാനലാണെങ്കിൽ അത്യാവശ്യം ഞാൻ റിസർച്ച് ചെയ്തിട്ടും കുറേ പേരെ റെഫർ ചെയ്തിട്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള വലിയ വലിയ ചാനലൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ ചാനൽ ഇടാറുള്ളൂ. അപ്പം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുവാണെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ എന്തൊക്കെ ചെയ്യണം എല്ലാം കംപ്ലീറ്റ്ലി കാര്യം നമ്മൾ അതിനകത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, 2 മിനിറ്റായി. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറയാം. അപ്പം എൻ്റെ ബേസിക്കലി ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൊളാന നെറ്റ്വർക്കിലാണ്. നമ്മുടെ ടോണുള്ളത് ടെലഗ്രാമിലുള്ള ടോൺ കോയിൻ ഉള്ളത് ടോൺ നെറ്റ്വർക്കിലാണ്. കണ്ടോ, രണ്ട് നെറ്റ്വർക്ക്. അപ്പോൾ രണ്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ തൽക്കാലം കറൻറ്റ്ലി. അപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, അപ്പം ടെലഗ്രാമിൽ ഞാൻ ആദ്യം P2P വഴി കുറച്ച് പൈസ മേടിച്ചു, ടോൺ കോയിൻ മേടിച്ച്. ഓക്കെ, എന്നിട്ട് അത് നേരെ USDTയിലോട്ട് കൺവേർട്ട് ചെയ്ത് സ്വാപ്പ് ചെയ്ത്. വലിയ പണിയൊന്നുമില്ല. അത് ജസ്റ്റ് നിങ്ങൾ എക്സ്ചേഞ്ച് അടിച്ച് കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് കണ്ടോ, എക്സ്ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്തിട്ട് USDTയിലോട്ട് മാറ്റുക. ഓക്കെ, ഇത് തെറ്റാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ചാർജ് ചെയ്താതെ ഓക്കെ, ഇത് ശരിയാവും. നല്ല പാട്ടാണ്, വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, ഏത് കൊച്ചൊന്നും അറിയില്ല, പക്ഷെ നല്ല രസം കേൾക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ ബിനാൻസ് എടുക്കുക. ഞാൻ USDT എടുത്തല്ലോ. എന്നിട്ട് ബിനാൻസിൽ ഇനി ആ USDT ടോണിനകത്തുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ടോണിനകത്തുള്ള USDT ബിനാൻസിലുള്ള USDTയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ അടിക്കുക, USDT സെലക്ട് ചെയ്യുക. എന്നിട്ട് USDT സെലക്ട് ചെയ്ത് ടോൺ കോയിൻ മാസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ അതല്ല സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ വാലറ്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടെലഗ്രാം ക്യാൻസൽ ചെയ്യാണ്. ഇത് ആവശ്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വേണ്ട, ലോഡ് ചെയ്തു. ഓക്കെ, ഇനി സെൻഡ് അടിക്കുക. ഇപ്പോൾ USDT നമ്മുടെ ഇതിലുണ്ടെന്ന് വിചാരിക്കുക. സെൻഡ് അടിക്കുക, USDT അടിക്കുക, സെൻഡ് അടിക്കുക. ഇവിടെ കോപ്പി ചെയ്ത് അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ ഇവിടെ പോവുക, മെമ്മോ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ USDT സെൻഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ടോണിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ടോണിലുള്ളതെല്ലാം ബിനാൻസിലുള്ള ബിനാൻസിലുള്ളത് വാലറ്റിലോട്ട് നമ്മുടെ USDT എല്ലാം മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ USDT ഇതിനകത്തുള്ള സൊളാനയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കണ്ടോ, അപ്പോൾ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൺവേർട്ട് അടിക്കുക, ഇവിടെ USDT സെലക്ട് ചെയ്യുക. USDT സെലക്ട് ചെയ്യുക. ഇവിടെ 2 എന്നുള്ളത് സോളാന അടിക്കുക. എന്നിട്ട് മാക്സ് അടിച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇല്ലാത്തതൊന്നും ചെയ്യുന്നില്ല.
പ്രിവ്യൂ കോൺവെർസേഷൻ അടിച്ചു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് പറ്റും. അതിന് ഏകദേശം ചിലവാകുന്നത് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാകുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 2 രൂപയൊക്കെ ചിലവാകുള്ളൂ. ഓക്കെ, സ്വാപ്പ് ചെയ്യാം. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സൊളാന ഉണ്ട്. അത് പക്ഷേ നമ്മുടെ ബിനാൻസിൻ്റെ വാലറ്റിലാണ്. പക്ഷേ നമുക്ക് ഇനി ഉപയോഗിക്കുന്ന ഫാൻറ്റം വാലറ്റിലുള്ള സൊളാനയിലോട്ടാണ് മാറ്റേണ്ടതെന്ന് പറയാം. അടിക്കാം. അതിനുവേണ്ടി നമ്മൾ റിസീവ് അടിക്കണം. സൊളാന കോപ്പി ചെയ്യുന്നു. അതാണ് സൊളാനൻ്റെ അഡ്രസ്സാണ്. ഈ സൊളാന അടിക്കുന്നു. ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം ഇതിപ്പോൾ സൊളാന എന്ന് വിചാരിച്ചു. എന്നിട്ട് വിത്ത്ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു വിത്ത്ഡ്രോവിനകത്ത് ഇവിടെ അഡ്രസ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് അടിക്കുന്നു. കണ്ടോ, നെറ്റ്വർക്ക് സൊളാന സെലക്ട് ചെയ്യണം. അത് മസ്റ്റാണ്. വേറെ ഒന്നും സെലക്ട് ചെയ്യരുത്. എന്നിട്ട് നമ്മൾ അടിക്കുന്നു. ഓക്കെ, എന്നിട്ട് മാക്സ് അടിക്കുന്നു. നെറ്റ്വർക്ക് ഫീ ആയിട്ട് ഇത്ര നെറ്റ്വർക്ക് ഫീ ഉണ്ടാവും. അപ്പം അത് ഏകദേശം എനിക്ക് തോന്നുന്നു 30 രൂപയാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി സൊളാന നമ്മുടെ ഫാൻറ്റം വാലറ്റിലുള്ള സൊളാനയിലോട്ട് മാറിക്കഴിയും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ചെറിയ ചെറിയ എയർ ഡ്രോപ്പിന് വേണ്ടി ഇതിങ്ങനെ ചെയ്യരുത്. കാരണം ഒരു എയർ ഡ്രോപ്പിന് ചിലപ്പോൾ എനിക്കിപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കാണിക്കാമായിരുന്നു. കണ്ടോ, എനിക്കിപ്പം കോഫി കോയിൻ വഴി എത്ര സൊളാന കിട്ടി, ഏകദേശം 200 രൂപ എന്തോ ആണ്. അതേപോലെ മിങ്ക് കോയിൻ വഴി 20 രൂപ എന്തോ കിട്ടിയേ. കുഴപ്പമൊന്നുമില്ല, വെറുതെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മെമ്മിഫൈ എയർ ഡ്രോപ്പ് എനിക്ക് തോന്നുന്നു എത്തീറത്തിലാണ് വരാൻ പോകുന്നത്, ബ്ലോക്ക് ചെയിനിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തീറത്തിനകത്ത് പൈസ വേണ്ടി വരും. പിന്നെ ഉള്ളത് ഹാംസ്റ്റർ കോമ്പാറ്റ് മറ്റേതൊക്കെ ടോൺ കോയിലാണ് വരുന്നത്. അങ്ങനെ ഓരോ എയർ ഡ്രോപ്പിനും അത് വ്യത്യാസമുണ്ട്. ഈ സൊളാന എന്താണെന്ന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മിക്കവാറും മെയിം കോയിൻസൊക്കെ സൊളാനയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പം അതേപോലെ സ്റ്റെപ്പ് അതേപോലെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞുതരും. നമ്മൾ തെറ്റായിട്ട് നമ്മളൊന്നും ചെയ്യരുത്, അതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയുന്നുണ്ടെങ്കിൽ അത് കമ്പനിനകത്ത് പറയാം. കാരണം എല്ലാവരും അറിയട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറുക അല്ലേ.